മുന്നിലിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊടിപാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. വേഷത്തിന്റെ പേരിലാണോ സ്ത്രീയുടെ വ്യക്തിത്വം വിലയിരുത്തേണ്ടത്? ആരായത് നിന്നോട് പറഞ്ഞത്? ഇയാള് പറഞ്ഞു. 24 ന്യൂസ് ചാനലിന്റെ പ്രൈം ടൈം ഡിബേറ്റ് എന്തായാലും വളരെ മോശമായി പോയി അഭിലാഷേ, വളരെ മോശമായി പോയി. എന്നെ ഏറ്റവും ഡിസപ്പോയിന്റഡ് ആക്കിയത് ആ ഡിബേറ്റിൽ ആര് ജയിച്ചു എന്നുള്ളതല്ല, ഇങ്ങനെ ഒരു ഡിബേറ്റ് തന്നെ ഉണ്ടായല്ലോ എന്നുള്ളത്. കേൾക്കുന്നവരെന്താ വിചാരിക്കുക? സാറിനെ പോലുള്ള ആളുകൾ ഇതിനകത്ത് പണിയെടുക്കുന്നുണ്ടാണെന്നല്ലേ? ഒരു തെറ്റായ ചോദ്യത്തിന് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മുന്നിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുമ്പോൾ അത് നോർമലൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. എന്റെ ഓരോരോ ലീലാവിലാസങ്ങള്. വൈറൽ വീഡിയോ ആണ് ഇപ്പോഴത്തെ എന്റെ വൈറ്റിപ്പഴം. യൂട്യൂബിൽ എന്റെ ഹോൾഡ് പേജ് ഹിറ്റാക്കി ക്യാഷ് അടിക്കും. ഇതിലാണോടോ നിങ്ങളുടെ ചാനലിന്റെ സാമൂഹിക പ്രതിബദ്ധത? അയ്യോ അത് സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വല്ലേ. TRPക്ക് വേണ്ടിയിട്ട് രണ്ട് പക്ഷത്തെ വിളിച്ചു വരുത്തിയിട്ട് ഇമ്മാതിരി പ്രിമിറ്റീവ് വിഷയം വിറ്റ് കാശാക്കാതെ ചാനൽ പൂട്ടിയിട്ട് വേറെ വല്ല പണിക്കും പോകും. എടാ പോടാ, നിർത്തി പോടാ. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. സ്ത്രീകളുടെ ഡ്രസ്സിങ് വെച്ചിട്ട് അവരെ ജഡ്ജ് ചെയ്യാൻ പറ്റുമെന്ന് ഇല്ലാന്നേ. ഇനി എന്താണ് നിങ്ങളുടെ അടുത്ത ചോദ്യം? ഇങ്ങനെയും കൂടെ ചർച്ച വെക്ക്. സ്കിന്നിന്റെ നിറം നോക്കിയിട്ട് ആൾക്കാരുടെ വാല്യൂ ജഡ്ജ് ചെയ്യാൻ പറ്റുമോ? മതം നോക്കിയിട്ട് ആൾക്കാരുടെ ക്യാരക്ടർ ജഡ്ജ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. നിങ്ങളോടും പോത്തിനോടും വേദം ഓതിയിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി.